മൂന്നാമത്തെ നിലയിൽ പുറത്തുനിന്നും പൂട്ടിയ ഒരു ഡോറ് അവൾ കണ്ടു. ആ ഡോറിന്റെ വാതിലിൽ അവൾ പതുക്കെ ഒന്ന് മുട്ടി. ഡോറിൽ ചെവിയടുപ്പിച്ചു വെച്ച് കാതോർത്തു അല്പനേരം നിന്നു. പക്ഷേ ഒരു ശബ്ദവും കേൾക്കാൻ കഴിഞ്ഞില്ല. ധാരാളം ജനാലകളുള്ള മുറിയായിരുന്നു അത്. ഓരോ ജനാലയുടെയും അടുത്തുപോയി അവൾ ജനാലകൾ വലിക്കാൻ ശ്രമിച്ചു. പക്ഷേ എല്ലാം അടഞ്ഞുകിടക്കുകയാണ്. പൂട്ടിയിട്ടിരിക്കുന്ന ആൾ ആ മുറിയിലാണെന്ന് അവൾക്ക് മനസ്സിലായി. ഈ മുറിയുടെ ഉള്ളൊന്ന് തുറന്നു കാണാൻ ഇനി എന്താ ചെയ്യ ഈശ്വര എന്ന് ചിന്തിച്ചു നിൽക്കവേ പെട്ടെന്ന് അവൾ വായുവിൽ ഉയർന്നു പൊന്തി. ഏതോ രണ്ട് കൈകൾ വന്ന് അവളെ മറ്റൊരു ഇരുട്ടു നിറഞ്ഞ മുറിയിലേക്ക് കൊണ്ടുപോയി. ആ മുറിയിലെത്തി ലൈറ്റ് ഇട്ടപ്പോഴാണ് തന്നെ പൊക്കിക്കൊണ്ടുവന്നത് മഹാദേവനാണെന്ന് അവൾക്ക് മനസ്സിലായത്. അവനെ കണ്ടതും അവൾ ദേഷ്യത്താൽ അവന്റെ മുഖത്തേക്ക് വിറച്ചുകൊണ്ട് നോക്കി. എന്താടി ആ മുറിക്ക് ചുറ്റും ചുറ്റിക്കറങ്ങുന്നത്? എന്താ നിന്റെ ഉദ്ദേശം? അവൻ ചോദിച്ചു. എനിക്ക് പല ഉദ്ദേശങ്ങളും കാണും. അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ആ വൃത്തികെട്ടവളുടെ സഹോദരനാണ് നിങ്ങൾ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ആ വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു. അവൾ ദേഷ്യത്താൽ വിറച്ചുകൊണ്ട് പറഞ്ഞു. ആരാടി വൃത്തികെട്ടവള്? എന്റെ വേണിമോളെയാണോ നീ വൃത്തികെട്ടവൾ എന്ന് വിളിക്കുന്നത്? മഹാദേവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഓ, ഒരു വേണിമോള്? വേണിയല്ല അവള്, ഏണിയാ, ഏണി. ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു വീണ ഏണി. എന്റെ അച്ഛന്റെ സ്വപ്നങ്ങൾ തട്ടിത്തെറിപ്പിച്ച രാക്ഷസി. നിങ്ങൾ എന്റെയും എന്റെ കുടുംബത്തിന്റെയും പിന്നാലെ വരാതെ അവളെ കൊണ്ടുപോയി ചികിത്സിക്കാൻ നോക്ക്. അവൾക്ക് ഭ്രാന്താണ്, അതും അസലി കാമഭ്രാന്ത്. അവൾ ദേഷ്യത്താൽ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പറഞ്ഞു. വേണിയെ പറ്റി ഇത്തരത്തിലുള്ള മോശം വാക്കുകൾ കേട്ടതും മഹാദേവന് തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ കണ്ണുകളിൽ ചുവപ്പുരാശി പടർന്നു. ആ സമയം അവൻ ഒരു ചെകുത്താനായി മാറിക്കഴിഞ്ഞിരുന്നു. ദേഷ്യത്താൽ വിറച്ചുകൊണ്ട് അവൻ അവളുടെ കഴുത്തിൽ ഇറുക്കി പിടിച്ചു. ചങ്ക് പൊട്ടുന്ന വേദന അനുഭവപ്പെട്ടെങ്കിലും ദേഷ്യത്താൽ വിറച്ചു നിൽക്കുന്ന കാന്തിക്ക് അതൊരു വേദനയായി തോന്നിയില്ല. അവൾ അപ്പോഴും അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് നിന്നു. ദേഷ്യത്തോടെയുള്ള അവളുടെ നോട്ടം അവന്റെ ദേഷ്യത്തെ പെട്ടെന്ന് തന്നെ തണുപ്പിച്ചു. അവളുടെ കഴുത്തിൽ നിന്നും അവന്റെ കൈകൾ അയഞ്ഞു വന്നു. അവളോടുള്ള ദേഷ്യം തീർക്കാൻ എന്ന മട്ടിൽ അവൻ അവന്റെ കൈ ചുരുട്ടി പിടിച്ച് ഭിത്തിയിൽ ആഞ്ഞടിച്ചു. അത്രയും സമയം ശ്വാസം അടക്കി നിന്നുകൊണ്ട് അവൾക്ക് പെട്ടെന്ന് തന്നെ ചുമ വന്നെങ്കിലും ദേഷ്യത്താൽ വിറച്ചുകൊണ്ട് അവൾ അവളുടെ ചുമ അടക്കി നിന്നു. എന്താടോ, എന്നെ കൊല്ലുന്നില്ലേ? കൊല്ലടോ. തന്റെ ഭാര്യ എന്ന പദവിയിൽ ഇവിടെ ജീവിക്കുന്നതിലും ഭേദം മരണമാണ്. തന്റെ ആ വട്ട് പെങ്ങളെ പോലെ തനിക്കും ഭ്രാന്താണ്. തനിക്ക് മാത്രമല്ല, ഈ വീട്ടിലെ എല്ലാവർക്കും ഭ്രാന്തുണ്ട്. നിങ്ങളുടെ പെങ്ങളുടെ കാമഭ്രാന്ത് കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മൊത്തം സന്തോഷം ഇല്ലാതായത്. ഷീ ഈസ് എ ലെസ്ബിയൻ. അവൾ ദേഷ്യത്താൽ അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു. വാട്ട്? അവളുടെ വാക്കുകൾ കേട്ട് മഹാദേവൻ നിന്ന നിൽപ്പിൽ തരിച്ചുപോയി. വാട്ട് ആർ യു സേ? അവൻ വിശ്വാസം വരാത്തതുപോലെ ചോദിച്ചു. വിശ്വസിക്കുന്നതും അവിശ്വസിക്കുന്നതും ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ സത്യം ഇതാണ്, അവൾ ഒരു ലെസ്ബിയൻ ആണ്. അത് ഞങ്ങൾ മനസ്സിലാക്കിയെന്ന് അറിഞ്ഞപ്പോഴാണ് അവൾ ഞങ്ങൾക്കെതിരായി തിരിഞ്ഞത്. കാന്തിയുടെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ അവൻ അവിടെ തരിച്ചു നിൽക്കുകയാണ്. വലിയ എക്സ്പ്രഷനൊക്കെ ഇട്ട് ഇത്രയേറെ ആശ്ചര്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറല്ലേ? എത്രയോ നല്ല ഡോക്ടേഴ്സിനെ നിങ്ങൾക്കറിയാം. അവരുടെ ആരുടെയെങ്കിലും അടുത്തു കൊണ്ടുപോയി ആ രാക്ഷസിയെ ഒന്ന് ചികിത്സിക്കാൻ നോക്ക്. സ്വന്തം ഭാഗം ജയിക്കാൻ വേണ്ടി എന്തു ക്രൂരതയും ചെയ്യാൻ അവൾ തയ്യാറാണ്. ഈ സ്വഭാവം അവൾക്ക് തന്നെ വിനയായി വരും. നിങ്ങൾ ആദ്യം അവളെ കൊണ്ട് ചികിത്സിക്കാൻ നോക്ക്, എന്നിട്ട് എന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ വന്നാൽ മതി. കാന്തി പറഞ്ഞത് എന്തോ കാര്യമുണ്ടെന്ന് തോന്നിയതും മഹാദേവന്റെ മനസ്സ് അല്പം ശാന്തമായി. അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയ ശേഷം ആ മുറി വിട്ടു പോകാൻ ഒരുങ്ങവേ അവൻ പിന്നിൽ നിന്നും വിളിച്ചു. കാന്തി. അവന്റെ വിളി കേട്ടതും തിരിഞ്ഞു നോക്കാതെ അവൾ നിന്നു. തനിക്ക് സുഖാണോ? അവൻ ചോദിച്ചു. അവന്റെ വാക്കുകൾ കേട്ട് അവൾ ഉറക്കെ ചിരിച്ചു. സത്യത്തിൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ മനുഷ്യ? കുടുംബശത്രുവിനെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ വേലക്കാരിയുടെ അടിമയാക്കി മാറ്റിയിട്ട് ഒരു സുഖാന്വേഷണം. ഞാൻ അനുഭവിക്കുന്ന സുഖമാണ് ദാ എന്റെ ഈ കാലിൽ കുമിളകളായി കിടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവളുടെ പൊള്ളിയ കാൽ അവന് നീട്ടി കാണിച്ചു കൊടുത്തു. ചുമന്ന് ഉള്ളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കുമിളകൾ കണ്ടപ്പോൾ അവന്റെ ഉള്ളിലും ദുഃഖം നിറഞ്ഞു. ഈ കാലുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ കൂടുതൽ സുഖം തോന്നും. അവൾ അവനെ നോക്കി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അപ്പോൾ തന്നെ അവന്റെ പാൻസിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന ചെറിയ ഒരു ഓയിൽമെന്റ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ദാ ഇത് പുരട്ടിക്കോ, പിന്നെ ആ കുമിളകൾ പൊട്ടാതെ ശ്രദ്ധിക്കണം, അവൻ പറഞ്ഞു. ഇതൊക്കെ കൂടെ കൊണ്ട് നടക്കുകയാണോ ഡോക്ടറെ? അവൾ അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ തനിക്ക് തരാൻ വേണ്ടി വാങ്ങിയതാ. ഓ, എന്റെ കെട്ടിയോന്റെ ഒരു സ്നേഹം കണ്ടില്ലേ?
ഈ സ്നേഹത്തിന് മുന്നിലാ ഞാൻ തകർന്നു പോകുന്നത്. എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഓയിൽമെന്റും കൊണ്ട് വന്നിരിക്കുന്നു. എന്തൊരു സ്നേഹം! കുമിളകൾ പൊട്ടാതെ നോക്കണം പോലും. എന്നെ ഇവിടുത്തെ വേലക്കാരിയുടെ അടിമയാക്കി നിർത്തിയിട്ട് അവന്റെ ഒരു ഉപദേശം. അവൻ നീട്ടിയ ഓയിൽമെന്റ് വാങ്ങിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. വാങ്ങിയ ശേഷം ആ ഓയിൽമെന്റ് മൊത്തത്തിലൊന്ന് നോക്കി അവൾ. ഈ ഓയിൽമെന്റ് നിങ്ങളുടെ ആ വട്ട് പെങ്ങളുടെ മുഖത്ത് വാരി തേച്ചു കൊടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ ഓയിൽമെന്റ് അവന്റെ മുഖത്തിന് നേരെ എറിഞ്ഞു. അത് അവന്റെ കവളിൽ തട്ടി താഴേക്ക് വീണു. ശേഷം അവനെ ഒന്ന് പുച്ഛിച്ചു നോക്കിയ ശേഷം അവൾ അവിടെ നിന്നും പോകാൻ ഒരുങ്ങവേ അവളുടെ കയ്യിൽ അവൻ പിടുത്തമിട്ടു. ബലമായി അവളെ പിടിച്ചു വലിച്ച് അവിടെയുള്ള ഒരു കസേരയിൽ കൊണ്ടിരുത്തി. അവനും താഴെയിരുന്നു. ശേഷം അവളുടെ കാലെടുത്ത് അവന്റെ മടിയിലേക്ക് വെച്ചു. അവൾ എണീറ്റ് പോകാൻ ശ്രമിച്ചെങ്കിലും അവൻ ബലമായി അവളെ അവിടെ പിടിച്ചിരുത്തി. ഓയിൽമെന്റ് എടുത്ത് അവളുടെ കാലിൽ മൃദുവായി പുരട്ടി കൊടുത്തു. ദേ, എന്നെ വാശി പിടിപ്പിക്കാതിരിക്കുന്നതാണ് കാന്തി നിനക്ക് നല്ലത്. ഒരു പകയുടെ പുറത്താണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചതെങ്കിലും ഇപ്പോൾ എനിക്ക് നിന്നോട് പ്രണയം മാത്രമേ ഉള്ളൂ. എന്നെ വാശി പിടിപ്പിച്ച് അരുതാത്തതൊന്നും ചെയ്യിക്കാതിരിക്കുന്നതാണ് നിന്റെ ജീവിതത്തിന് നല്ലത്, അവൻ വാശിയോടെ പറഞ്ഞു. പ്രണയം? ഇതാണോ പ്രണയം? ചതിച്ച് താലി കെട്ടിയ എന്നെ പൂർണ്ണമായി സ്വന്തമാക്കിയ ശേഷം നിങ്ങളുടെ കുടുംബക്കാർക്ക് മുഴുവൻ പ്രതികാരം തീർക്കാനുള്ള ഒരു അടിമയാക്കി ഇവിടെ കെട്ടിയിട്ടു. ഇതാണല്ലേ നിങ്ങളുടെ പ്രണയം? എന്നാലേ ആ പ്രണയം എനിക്ക് വേണ്ട. വെറുപ്പാണ് എനിക്ക് നിങ്ങളോട്. വെറുപ്പ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അല്പമെങ്കിലും സ്നേഹം എന്നോടുണ്ടെങ്കിൽ എന്നെ ഇവിടെ നിന്നും പോകാൻ അനുവദിക്കണം, അവൾ പറഞ്ഞു. എന്നിൽ നിന്നും ഒരു മോചനം നീ ആഗ്രഹിക്കേണ്ട കാന്തി. മരണത്തോടെ മാത്രമേ നിനക്ക് എന്നിൽ നിന്നും മോചിക്കപ്പെടാൻ കഴിയുള്ളൂ, അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ എനിക്ക് നിങ്ങളെ കൊല്ലേണ്ടി വരും, തീക്ഷ്ണമായി അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു.